പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്ന വീഡിയോ ചക്ക വറ്റലാണ്. നാടൻ ചക്ക കൊണ്ട് എങ്ങനെ വറ്റൽ തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. ആ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സപ്പോർട്ട് ചെയ്യണേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അതോടൊപ്പം തന്നെ ഈ വീഡിയോയിൽ ഏതെങ്കിലും തരത്തിലുള്ള പോരാക്കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾ സദയം ക്ഷമിച്ച് സഹകരിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ ചക്ക കിട്ടി, ചക്ക കണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും അമ്മയും എൻ്റെ മക്കളും കൂടി ചേർന്നുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. എല്ലാവരും കണ്ട് സപ്പോർട്ട് നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ചക്ക ഞങ്ങൾ കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്തതിനു ശേഷം നല്ല രീതിയിൽ വൃത്തിയാക്കി ആണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ വൃത്തിയാക്കി ചക്ക രണ്ടായിട്ട് പിളർന്നിരിക്കുകയാണ്. ആ പിളർന്ന ചക്കയെ ഇനി നമ്മൾ നേരെ റോസ് കട്ട് ചെയ്ത് കുറേ പീസുകളാക്കി മാറ്റിയതിന് ശേഷം നടുക്കലത്തെ മടൽ വെട്ടിക്കളഞ്ഞ് അതിൻ്റെ ചക്കച്ചുള, അതായത് അതിൻ്റെ കായയാണ് ചക്കച്ചുള എന്ന് വിശേഷിപ്പിക്കുക. ഈ ചക്കച്ചുളയെ നമ്മൾ വളരെ പരിപൂർണമായിട്ടും വൃത്തിയായിട്ട് കൈകാര്യം ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി വറുത്ത് ചൂടെണ്ണയിൽ വറുത്ത് കോരുന്ന രീതിയാണ് ചക്കവറ്റൽ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാവുന്ന ഒരു രീതി തന്നെയാണ്, ഒരു പ്രയോഗം തന്നെയാണ്. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ ആ ചക്കയെ നമ്മൾ വിവിധ കഷ്ണങ്ങളാക്കി മാറ്റിവെച്ചിരിക്കുകയാണ്. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ ഈ ചക്കയെ അതിൻ്റെ ചുളകളായിട്ട് തിരിക്കുക എന്നുള്ളതാണ്. ചുളകളായിട്ട് തിരിക്കുന്ന ചക്കയെ ഇപ്പോൾ ചുളയായിട്ട് തിരിക്കുകയാണ്. അപ്പോൾ ചുളയായിട്ട് തിരിക്കുന്ന ചക്കയെ നമ്മൾ ആ ചക്ക കുരുകളെ അല്ലെങ്കിൽ ആ ചക്കച്ചുളകളെ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇങ്ങനെ ചക്കച്ചുളകളായിട്ട് മാറ്റിയ ആ ചക്കച്ചുളകളെ നമ്മൾ വീണ്ടും എണ്ണയിൽ വറുക്കുന്നതിനാവശ്യമായ നീളത്തിലും വണ്ണത്തിലും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ്. അപ്പോൾ ആ ചക്കച്ചുളകളെ ചെറുതായിട്ട് അരിയുന്നത് എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയാണ് എന്നെ ഏറ്റവും കൂടുതൽ സഹായം ചെയ്യുന്നത്. കൂടെ എൻ്റെ മക്കൾസുണ്ട്. കൺമണിയും കുട്ടൂസും പൊന്മണിയും ചേർന്നാണ് ഈ ചക്കച്ചുള വേർതിരിക്കാൻ എന്നെ സഹായിച്ചത്. അങ്ങനെ അവരുമായിട്ട് ചേർത്ത് ചക്കച്ചുളകളെ വിവിധ നമ്മൾ ചുളയാക്കി ഇട്ടിരിക്കുകയാണ്. അമ്മ അങ്ങനെ ചക്കച്ചുള അരിയാണ്. അരിഞ്ഞ ചക്കച്ചുളകളെ വാക്കുകൾ തരുന്നുണ്ട്, അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. എൻ്റെ ആദ്യ ഓൺ വോയിസ് വീഡിയോ ആണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, അവരോടൊപ്പം ചേർന്ന് നിൽക്കുക. ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഞാൻ ചേർക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയുക. ഞാൻ ഒന്നുകൂടെ സൂചിപ്പിക്കുക, ഓൺ വോയിസ് കൊടുത്ത് ചെയ്യുന്ന എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അതുകൊണ്ട് മാക്സിമം എല്ലാവരും ചേർന്ന് നിന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം ചക്കച്ചുളകളെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞത് വെച്ചിരിക്കുകയാണ് അവിടെ. ഇനി നമ്മളത് ചൂട് എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഞാൻ മുന്നേ സൂചിപ്പിച്ച പോലെ എൻ്റെ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക. അങ്ങനെ എണ്ണ ചൂടായിരിക്കുകയാണ്, എണ്ണ ഒഴിക്കുകയാണ്. ചീനിച്ചട്ടി കഴിഞ്ഞ കുറേ എണ്ണ ഇരിപ്പുണ്ടായിരുന്നു. പപ്പടം പൊള്ളിച്ചതിൻ്റെ ബാക്കി എണ്ണയാണ്. അപ്പോൾ അന്നത്തെ ദിവസം തന്നെ രാവിലെ പപ്പടം പൊള്ളിച്ചതാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നൈറ്റാണ്. അങ്ങനെ ഫസ്റ്റ് എൻ്റെ കിട്ടൂസാണ് വാരി ഇട്ടത്. അങ്ങനെ അതിനിട്ട ചക്കച്ചുള, അരിഞ്ഞ ചക്കച്ചുള ചൂടെണ്ണയിൽ കിടന്ന് വെന്തു. അങ്ങനെ വറുത്ത് കോരി. ഇതാണ് നമ്മളുടെ ചക്കവറ്റൽ എന്ന് പറയുന്നത്. ആ ചക്കവറ്റൽ റെഡിയായിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ സപ്പോർട്ട് ചെയ്ത പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും 1000 നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു.